ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇറാൻ എന്ന് പറയുന്നത് അത്ര സിമ്പിളായ ഒരു ലക്ഷ്യമല്ല. ഇപ്പോൾ ഈ രണ്ടുപേരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തുവിട്ട ഒരു വീഡിയോ ക്ലിപ്പ്. കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികളുടെ ഡ്രോൺ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഹോട്ടൽ സമുച്ചയങ്ങളിൽ വന്നിടിക്കുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലേറെ ഗുരുതരമായ പ്രത്യാഘാതം സംഭവിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും മാനസിക അവസ്ഥക്കാണ്. ഈ വീഡിയോ വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇറാന് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഡിമോണയിലെ ആണവ റിയാക്ടറിനകത്തുള്ള ഫോട്ടോകൾ, അതിന്റെ ബ്ലൂ പ്രിന്റ് എങ്ങനെ ലഭിച്ചു? ഈ റിയാക്ടറിനകത്തു നിന്നുള്ള സകല ഭാഗങ്ങളുടെയും ഫോട്ടോ ഇറാൻ ഇതാ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ നെറ്റിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എവിടെ നിന്ന് ഇത് ഇറാന് ലഭിക്കുന്നു? ഇറാനകത്ത് മൊസാദിന്റെ വലിയ സ്വാധീനമുണ്ടെങ്കിൽ ഇസ്രായേലിനകത്ത് ഇറാന്റെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വീഡിയോ. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ ലക്ഷ്യമാക്കിയതൊന്നും ഒരു സാധാരണ കേന്ദ്രങ്ങളായിരുന്നില്ല. ഇസ്രായേലിന്റെ സെൻസിറ്റീവായ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നുവെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്യം വളരെ സിമ്പിളാണ് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും ഒരേ സമയം മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഈ വീഡിയോ. കേവലം ഇത് മാത്രമല്ല, ഇസ്രായേലിന്റെ 189 സയന്റിസ്റ്റുകൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ ബാക്കിലുള്ള തലകളുടെ അഡ്രസ്സും ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി അടക്കം ഇറാൻ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അത് മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ആണവ പദ്ധതികളുടെ അതീവ രഹസ്യമായ ഭാഗങ്ങളും ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇസ്രായേലിനകത്ത് മറച്ചു വെക്കാൻ, ഇറാന് മുന്നിൽ മറച്ചു വെക്കാൻ ബാക്കിയുള്ളത് എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നം. കാരണം ഡിമോണയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതീവ രഹസ്യമായ മേഖലയെങ്കിൽ അത് ഇറാൻ ബ്ലൂ പ്രിന്റ് എടുത്തിരിക്കുകയാണ്, അതെല്ലാം ഒപ്പിയെടുത്തിരിക്കുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ വിവരങ്ങളടക്കം ഇറാൻ ഇപ്പോൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ മാത്രമല്ല, കറന്റ് ആൻഡ് പാസ്റ്റ് വെപ്പൺസ് പ്രൊജക്റ്റുകൾ, അതായത് നിലവിലുള്ളതും കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന അവരുടെ വെപ്പൺ പ്രൊജക്റ്റുകളെല്ലാം ഇറാന് ലഭിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അത്രയും വലിയ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ് എന്നതിലപ്പുറം അവർക്ക് ഏറ്റവും ഗുരുതരമായ ഒരു ഭീഷണി കൂടെയാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് കാണുന്ന നെതന്യാഹുവിന് ഇറാനെ ആക്രമിക്കുമ്പോൾ 1000 വട്ടം ചിന്തിക്കേണ്ടി വരും. കാരണം ഇറാന് ആണവ റിയാക്ടറുകൾ, ഇസ്രായേലിനകത്തുള്ള ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നത് വളരെ സിമ്പിളാണ് എന്ന് ഈ വീഡിയോ ബോധ്യപ്പെടുത്തുന്നു. കാരണം അതിന്റെ എല്ലാം സ്കെച്ചുകൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൽ നിന്നും ഇറാന്റെ ധാരാളം ചാരന്മാരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിനകത്തുള്ള ഇസ്രായേൽ പൗരന്മാർ തന്നെ ഇറാന് ഇത്തരം അതീവ രഹസ്യമായ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു. കാരണം ഈ റിയാക്ടറിനകത്തേക്ക് വളരെ കൃത്യമായ ആളുകൾക്കല്ലാതെ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അനുമതി ലഭിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങോട്ടുള്ള പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് അതിനകത്ത് പോയി ഇത്രയും കാര്യങ്ങൾ വിശാലമായി ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഇറാൻ എത്തിച്ചു കൊടുത്തു എന്നത് വളരെ ഗുരുതരമായ ഒരു ചോദ്യചിഹ്നമായി ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. മൊസാദിന് മാത്രമല്ല, ഇറാനും അതിശക്തമായ ഇന്റലിജൻസ് സംവിധാനം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വീഡിയോ.